ഹായ് മക്കളെ, മിഥിലാമിസാണ്. നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അഥവാ പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ മാറ്റർ എന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു പദാർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു ബോട്ടിൽ, ഇതൊരു ബോട്ടിലാണ്. മിസ്സിന് ഈ ഒരു ബോട്ടിൽ ഇവിടെ വെക്കണം അല്ലെ. ഈ ഒരു ബോട്ടിൽ എനിക്ക് ഇവിടെ വെക്കണമെങ്കിൽ ഇതിനിരിക്കാൻ കുറച്ച് സ്ഥലം ആവശ്യമാണ് അല്ലെ. അപ്പൊ ഞാൻ പറയും ഈ ബോട്ടിൽ ഒക്യുപ്പൈ ചെയ്യാൻ കുറച്ച് സ്പേസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇരിക്കാൻ കുറച്ച് സ്ഥലം ആവശ്യമാണെന്ന് പറയാം. ഇനിയിപ്പോ ഞാൻ ഇതിനെ തൂക്കി നോക്കിയാൽ അത്യാവശ്യം കുറച്ച് ഭാരമൊക്കെ ഈ ബോട്ടിലുണ്ട് അല്ലേ. അപ്പൊ മക്കളെ, ഇതുപോലെ ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള ഭാരമുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ മാറ്റർ എന്നാ പറയുക. ഇപ്പൊ നിങ്ങൾ മിസ്സിനെ നോക്കിക്കോ. മിസ് ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ സ്ഥലമില്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റില്ല അല്ലെ. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഭാരമുണ്ട്. അപ്പോൾ എന്നെ പോലെ എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈസ് സ്പേസ്, ഭാരമുള്ള ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ പറയുന്ന പേരാണ് മാറ്റർ അഥവാ പദാർത്ഥം. അപ്പോൾ നമുക്ക് ചുറ്റും നോക്കിയാൽ എല്ലാ മാറ്ററും ഒരുപോലാണോ? അല്ല അല്ലേ. പലതരത്തിലുള്ള മാറ്ററിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ ബോട്ടിലിനുള്ളിൽ ഒരാളുണ്ട്, ജ്യൂസ് ആണ് അല്ലെ. ഞാൻ പറയും ഇതൊരു ലിക്വിഡ് ആണ് അല്ലെ, ഒഴുകി ഒഴുകി നടക്കുന്ന ഒരു ലിക്വിഡ് ആണ് എന്ന് പറയാം. ഈ ലിക്വിഡിന്റെ പ്രത്യേകത എന്താ? ഈ ബോട്ടിൽ ഇരുന്നാൽ ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ബോട്ടിലിന്റെ ഷേപ്പാ. ഇനി ഞാനിത് തുറന്ന് ഇപ്പൊ ഞാനിത് കുടിക്കാൻ പോവാട്ടോ. ആഹാ, ഞാൻ അങ്ങോട്ട് കുടിച്ചു, എന്റെ മൗത്തിൽ വന്നു. അപ്പൊ ലിക്വിഡിന്റെ ഷേപ്പ് എങ്ങനെയാ? എന്റെ മൗത്തിന്റെ ഷേപ്പ് അല്ലെ. ഇനി ഞാൻ അതിനെ അങ്ങോട്ട് ഇറക്കുമ്പോ എന്റെ ഈസോഫാഗസിലൂടെ അത് പോകും. അന്നനാളത്തിലൂടെ പോകുമ്പോ അന്നനാളത്തിന്റെ ഷേപ്പായി. അപ്പൊ ഞാൻ പറയും ഈ ബോട്ടിലിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ലിക്വിഡ് ആണ് അല്ലെ, ഇയാൾക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ല എന്ന് പറയും. അപ്പൊ ഇതുപോലെ പലതരത്തിലുള്ള ലിക്വിഡ്സ് നമുക്ക് ചുറ്റുമുണ്ട്. ഇനി അതേപോലെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പതാ ഇത് ഞാൻ പൊട്ടിച്ചു. നോക്കിക്കേ, ഇതെന്താ? ഒരു സോളിഡ് ആണ് അല്ലെ. ഇതൊരു സോളിഡ് ആണ്. ഇതുപോലെ സോളിഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി ഞാനൊന്ന് ബ്രീത്ത് ചെയ്യാം. ഞാൻ ആരെയാ ബ്രീത്ത് ചെയ്തത്? എയറിനെയാണ് അല്ലെ. അപ്പൊ എയർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് അഥവാ വാതകമാണ്. സോ ബേസിക്കലി നമുക്ക് ചുറ്റുമുള്ള മാറ്റർ അഥവാ പദാർത്ഥം 3 അവസ്ഥകളിലാണ് കാണാനായിട്ട് സാധിക്കുക. ഏതൊക്കെയാ? സോളിഡ്സ് ഉണ്ട് അല്ലെ, ഇതേപോലെ സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടു ഈ പറഞ്ഞ ലിക്വിഡിനും സോളിഡിനും ഒക്കെ മാസ് ഉണ്ട്, ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. പക്ഷേ നമ്മുടെ ഗ്യാസസിന് ഭാരം ഉണ്ടോ, മാസ് ഉണ്ടോ? നമുക്കതൊന്ന് നോക്കിയാലോ. അപ്പൊ മക്കളെ, നമുക്കറിയേണ്ടത് എന്താ? എയർ അഥവാ ഗ്യാസസിന് ഭാരം ഉണ്ടോ എന്ന് അറിയണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഒരു ചെറിയ എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്ത് നോക്കാം. മിസ് ഇവിടെ 2 ബലൂൺ ഒരു സ്കെയിലിലൊക്കെ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ഈ സ്കെയിൽ ഇങ്ങനെ നേരെ നിൽക്കുന്നുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം എന്താ? സ്കെയിൽ ഇങ്ങനെ നേരെ നിൽക്കണമെങ്കിൽ ഈ 2 ബലൂണിന്റെയും മാസ് ഈക്വൽ ആണ്. സോ 2 പേരും ഒരേപോലെ ആയതുകൊണ്ട് സ്കെയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ ഒരു ബലൂണിനെ ഞാൻ എന്ത് ചെയ്യും? പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, 3, 2, 1. ഓക്കെ, സോറി. ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ, ബലൂൺ പൊട്ടിയപ്പോ ഈ സ്കെയിൽ ഇങ്ങനെ താഴേക്ക് പോയി. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇവിടെ ഹാങ് ചെയ്തിട്ടിരുന്ന ബലൂണിനുള്ളിൽ ആരാ ഉള്ളത്? എയർ ആണ്. ഈ എയറിന് മാസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ മാസിൽ ഡിഫറൻസ് വന്നത് കൊണ്ടാണ് നമ്മുടെ സ്കെയിൽ ഇങ്ങനെ താഴേക്ക് പോയത്. അപ്പൊ മങ്ങളെ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് ചുറ്റും പലതരത്തിലുള്ള മാറ്റർ ഉണ്ട്. അവർ തന്നെ സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. ഇവർക്കൊക്കെ മാസ് ഉണ്ട്, ഒക്യുപ്പൈ ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഒരു കുട്ടി ടാസ്ക് ആണ്. ഈ പറഞ്ഞ 3 സ്റ്റേറ്റിലുമുള്ള മാറ്ററിന് ഓരോ എക്സാമ്പിൾസ് വേഗം തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.